തുടങ്ങാം. സിമ്പിൾ ചോദ്യം. ഫസ്റ്റ് ഏറ്റവും സിമ്പിൾ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും സിമ്പിൾ ചോദ്യം. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. എല്ലാ കൊച്ചുകുട്ടിയൊക്കെ വരെ അറിയുന്നതാണ് നവംബർ 26. അപ്പൊ അതിന്റെ കൂടെ ഒരു വർഷം കൂടെ ചേർത്ത ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വർഷമാണ്? 1949 നവംബർ 26. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്ന് വെച്ചാൽ 1949 നവംബർ 26. 1949 ജൂലൈ 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. തിരുക്കൊച്ചി രൂപീകരണം. 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകരണം. ആ ഒരു ജൂലൈ 1 പ്രത്യേകം നമ്മൾ ഡോക്ടേഴ്സ് ദിനം. ഓക്കെ, അടുത്ത് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാണ്. അമേരിക്കൻ ഭരണഘടന നമ്മൾ പഠിച്ച കാര്യമാണ്. ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ. എങ്ങനെ വീണ്ടും പഠിക്കണം? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, ഭരണഘടനാ നിയമ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് എന്ന് 1946 ഡിസംബർ 6. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6. ഡേറ്റ് കൃത്യമായി പഠിച്ചു വെക്കണം. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്ന് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഭരണഘടന നിലവിൽ വന്നത് എന്ന് 50 ജനുവരി 26. 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഭരണഘടന നിലവിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പുവെക്കുന്നു. നിലവിൽ വരുന്ന 2 ദിവസം കഴിഞ്ഞാണ് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതും ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതാണ്. അത് 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ജൂലൈ 18. മറന്നു വരുന്നത് ജൂലൈ 18. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ കെ എം മുൻഷി, ഡോക്ടർ ബി ആർ അംബേദ്കർ, എൻ ഗോപാലസ്വാമി, പട്ടാഭി സീതാരാമയ്യ. കിട്ടും. ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, INC രൂപീകരിക്കുമ്പോൾ INC പ്രസിഡന്റ് INC അല്ല, ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. സ്വാതന്ത്ര്യ അനന്തരം INC പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ സമിതിയുടെ സ്റ്റിയറിംഗ് ആരുടെ കയ്യിലായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, സ്റ്റിയറിംഗ് ആരുടെ കയ്യിലായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ്. അത് നമ്മൾ പഠിക്കാൻ വേണ്ടി എന്ത് പറയുന്നു? സ്റ്റിയറിംഗ് ആരുടെ കയ്യിലാണെന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ്. ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ്. അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒരു ഇതും കൂടെ പറഞ്ഞുതരാം. ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്. ദേശീയ ജലദിനം ചോദ്യം ശ്രദ്ധിച്ചോ? ദേശീയ ജലദിനം ഏപ്രിൽ 14. ഓക്കെ, അംബേദ്കർ ദിനമായി ആചരിക്കുന്നതാണ് ഏപ്രിൽ 14. ദേശീയ ജലദിനമായി ആചരിക്കുന്നതും ഏപ്രിൽ 14. വേണമെങ്കിൽ ലോക ജലദിനം മാർച്ച് 22. അതാണ് മാർച്ച് 22. മാറിപ്പോലെ. ഓക്കെ, ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് എന്നോ? 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപനം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6. 3 ദിവസം കഴിഞ്ഞ് ആദ്യ സമ്മേളനം കൂടുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ എന്നറിയപ്പെടുന്നത് BN റാവു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ എന്നറിയപ്പെടുന്നത് BN റാവു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി.ആർ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നത് എന്ന്? ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. ഓക്കെ. ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം അല്ലെങ്കിൽ കാലയളവ് 11 മാസം 17 അല്ലെങ്കിൽ 18. ഓക്കെ. ചില ടെസ്റ്റുകൾ 17 കിടപ്പുണ്ട്, ചില ടെസ്റ്റില് 18 കിടപ്പുണ്ട്. അപ്പൊ 2 വർഷം 11 മാസം 18 അല്ലെങ്കിൽ 17 ദിവസം. ഓക്കെ. ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. നമ്മൾ നേരത്തെ പറഞ്ഞു 1949 നവംബർ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപനം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാ ഡേറ്റ്? 1946 ഡിസംബർ 13. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി.ആർ. അംബേദ്കർ. ഓക്കെ. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഏതാണ്? സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി. ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്ന ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ സംസ്ഥാനമല്ല, ഓരോ സംസ്ഥാനത്തിന്റെ ഓരോ ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയും ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയും. എല്ലാ നിയമസഭയിലും സംസാരിക്കാനും, എന്നാൽ നിയമസഭ മാത്രമല്ല ലോക്സഭയിലും രാജ്യസഭയിലും സംസാരിക്കാനും, എന്നാൽ വോട്ട് ചെയ്യാൻ അധികാരവുമില്ലാത്ത വ്യക്തി ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അറ്റോർണി ജനറൽ. ഓർത്തോ വെച്ചോണ, എല്ലാ നിയമസഭയിലും സംസാരിക്കാനും നിയമപരമായി സംസാരിക്കാനും പക്ഷെ വോട്ട് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ. കേട്ടോ, അറ്റോർണി ജനറൽ. വോട്ട് ചെയ്യാൻ അധികാരമില്ല, പക്ഷെ എന്ത് ചെയ്യാം? സംസാരിക്കാൻ പറ്റും. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1949 നവംബർ 26. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്ത് ഗാന്ധി എന്നറിയപ്പെടും? ബീഹാർ ഗാന്ധി. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടും. എന്ത് ഗാന്ധി? ബീഹാർ ഗാന്ധി. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 1951. ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുകൊണ്ടാണ് ആ വർഷം പറഞ്ഞത്. കേട്ടോ, രാജേന്ദ്ര പ്രസാദ് ഭാരതരത്ന ലഭിച്ച വർഷം 1962. രാജേന്ദ്ര പ്രസാദ് ഭാരതരത്ന ലഭിച്ച വർഷം 1962. കൺഫ്യൂഷനോട് ഞാൻ അത് പറയുന്നില്ല. ഓക്കെ. അടുത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്ത സമ്മേളനം ഡിസംബർ 11. ഡിസംബർ 11 പ്രത്യേകത പർവ്വത ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 5 മണ്ണ് ദിനം. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. പുതുതായി ഉണ്ടാവുന്ന മണ്ണിനെ എന്ത് പറയും? ഖാദറെ നീ പുതിയതാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ ബി.എൻ. റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ ബി.എൻ. റാവു. നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നോട്ട് നിലവിലുള്ള ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. നോട്ട് നിലവിലുള്ള ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. മറന്നു പോരുത്. ഇന്ത്യൻ പതാക അംഗീകരിച്ചത് എന്ന്?
പതാക അംഗീകരിച്ചത് 47 1947 22 ജൂലൈ 22. 1947 ജൂലൈ 22. ദേശീയ മുദ്ര അംഗീകരിച്ചത് അത് 24 1950 ജനുവരി 26. ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ BN ദർ. 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ BN ദർ. ഓക്കെ. ദേശീയ ഗീതം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ദേശീയ ഗീതം അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ദേശീയ കലണ്ടർ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ദേശീയ കലണ്ടർ അംഗീകരിച്ചത് 1957 മാർച്ച് 22. മാർച്ച് 22 പ്രത്യേകം നമ്മൾ പറഞ്ഞു ജലദിനം, ലോക ജലദിനം. ദേശീയ ജലദിനം പറഞ്ഞു ഏപ്രിൽ 14. ആരുടെ ജന്മദിനം? അംബേദ്കറുടെ ജന്മദിനം.